ദൈവഭാഗത്തേക്ക് വന്നപ്പോൾ ഇന്ന് നമ്മുടെ തെരുവിൽ നായയെ ഉപദ്രവിക്കാൻ കഴിയത്തില്ല, അല്ലെ? അതെല്ലാം ഇഷ്ടംപോലെ നമ്മൾ ഈ ടൗണിൽ സഞ്ചരിക്കുമ്പോൾ കാണാം. അതെല്ലാം നോർത്ത് ഇന്ത്യ പോലെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ എന്നാൽ ഒരു ആലങ്കാരിക ഭാഷയിൽ ഞാൻ പറയാം, നായയെ തല്ലുന്നതിനേക്കാൾ അപ്പുറമായി വഴിയോരത്തൊരു അശുദ്ധാത്മാവ് ബാധിച്ചൊരു സഹോദരിയിൽ നിന്നും ദുരാത്മമണ്ഡലം പൊട്ടിച്ചതിന്റെ പരിണിത ഫലമായി വസ്ത്രങ്ങള് ഉരിഞ്ഞുകൊണ്ട് പോലും തല്ലി ചതച്ച്, എന്താ പറയാ, സ്തോത്രം, വഴിയോരത്തുനിന്ന് വഴി വലിച്ചടിച്ചു കൊണ്ട് പോകുമ്പോൾ അവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലായിരുന്നു. പക്ഷെ എന്നാൽ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഇറങ്ങി വന്നത്, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു, ആർക്കും ഒരു ദോഷം വരാത്ത രീതിയിലാണ് പറയുന്നത്, അവിടെ ഇറങ്ങി വന്ന ഉണർവ് അല്ലെങ്കിൽ ദൈവരാജ്യം ഇറങ്ങി വന്നത്. നമ്മുടെ ആത്മമണ്ഡലത്തിൽ വിരൽ ചൂണ്ടി പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. റോമിൽ ഫിലിപ്പിയൻ കാരാഗ്രഹത്തെ ഇളക്കി മറിച്ചത് തന്റെ സിറ്റിസൺഷിപ്പോ താൻ ഹോൾഡ് ചെയ്ത് ഒന്നുമല്ലായിരുന്നു. അവിടെ ഇറങ്ങി വന്നത് മഹാദൈവമായിരുന്നുവെങ്കിൽ ഇന്ന് മകൾ നമ്മളെ ഇവിടെ തല്ലിയാൽ, ഉപദ്രവിച്ചാൽ, പാട്ടുപാടുമ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്യാനൊക്കെ പല ആളുകൾക്കും കഴിയും. പക്ഷെ ആർക്കും ഇറങ്ങി വരാൻ പറ്റാത്ത പശ്ചാത്തലത്തിലും ഉണർവുകൾ കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പ്രാർത്ഥനാ മുറിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഇടയായി തീരണം. നാം പിടിക്കുന്ന എല്ലാ മേഖലകളും, നമ്മുടെ പദവി, നമ്മുടെ പ്രസ്ഥാനം, എല്ലാ പ്രായം ചെല്ലും ഒരു പനി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇതെല്ലാം നമ്മളെ ലാസ്റ്റ് എന്ത് ചെയ്യും? ഇതെല്ലാം നമ്മളെ കൈവിടും. ഇതൊരു പച്ചയായ സത്യമാണ്. ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയും, ഇതെല്ലാം നമ്മളെ കൈവിടും. പക്ഷേ എന്നാൽ ഈ ദിവസങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ അകത്ത് ചില റിസൾട്ടുകൾ ദൈവം തരും. അതിന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ആത്മമണ്ഡലത്തിൽ, നമ്മുടെ തലമുറകളിൽ ദൈവം അത് ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവും